ബിഗ് ബോസിൽ നാളത്തെ പ്രൊമോ വന്നിട്ടുണ്ട്. നാളത്തെ പ്രൊമോയിൽ പൊരിഞ്ഞ അടിയാണ്, ശരിക്കും പൊരിഞ്ഞ അടിയാണ് നടക്കുന്നത്. പൊരിഞ്ഞ അടിക്ക് കാരണം ഇതാണ്. കാരണം ഇന്നത്തെ എപ്പിസോഡ് കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇന്ന് ബിഗ് ബോസിലേക്ക് കയറുന്നതിന് മുമ്പ് മത്സരാർത്ഥികൾക്ക് ഒരു ടാസ്ക് കൊടുത്തിരുന്നു. അതായത് കണ്ണ് കെട്ടിക്കൊണ്ട് അവരുടെ ആ പേരിലുള്ള ഒരു ബാഡ്ജ് എടുത്ത് കഴുത്തിൽ ധരിക്കുക, ശേഷം ആ ഒരു കൈപ്പത്തി വെച്ചിട്ട് ഗ്ലാസ്സിൽ പതിക്കുക. ഇതായിരുന്നു. ഇത് ഏറ്റവും കൂടുതൽ ടൈം കുറച്ച് ചെയ്ത ആൾക്കാരാണ് ജയിക്കുന്നത്. അപ്പം ഇതിനകത്ത് ജയിച്ചത് ആര്യൻ, അതോടൊപ്പം ബിന്നി, പിന്നെ വന്നിട്ട് ഷാനവാസ്. ഇവർ 3 പേരാണ് ജയിച്ചത്. ആര്യനാണ് ഏറ്റവും ടോപ്പിൽ ആദ്യം വന്നത്, രണ്ടാമത് ബിന്നി, അതോടൊപ്പം പിന്നെ വന്നത് ഷാനവാസാണ്. അപ്പം ആര്യനാണ് 19 സെക്കൻഡ് കൊണ്ട് ഇത് വിൻ ചെയ്തത്. അപ്പോൾ ഇവർക്ക് 3 പേർക്കാണ് ബിഗ് ബോസ് അവരുടെ പെട്ടി കൊടുത്തത്. ബാക്കി എല്ലാവർക്കും പെട്ടിക്ക് പകരം പെട്ടിക്കകത്തിൽ വേറെ ചാക്ക്, കമ്പ്, മടലൊക്കെ വെച്ചിട്ടാണ് അവർക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പം അവരുടെ സ്വന്തമായിട്ടുള്ള പെട്ടി ഇവർക്ക് 3 പേർക്കാണ് കൊടുത്തിട്ടുള്ളത്. പകരം അതോടൊപ്പം തന്നെ ബിഗ് ബോസ് അവരുടെ കയ്യിലൊരു ബാഡ്ജും കൂടെ കൊടുത്തു. കാരണം അവരാണ് ബിഗ് ബോസിലെ ഒരു സ്റ്റാർ എന്ന രീതിയിലുള്ളൊരു പദവിയിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബാഡ്ജ് അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാതെ അവർ സൂക്ഷിക്കണം. ബാക്കിയുള്ള മത്സരാർത്ഥികൾക്ക് അത് അവരുടെ കയ്യിൽ നിന്ന് വേണമെങ്കിൽ എങ്ങനെയെങ്കിലും അത് കൈക്കലാക്കി കഴിഞ്ഞാൽ നിലവിൽ കിട്ടിയ ആളുടെ പെട്ടി പോവുകയും ചെയ്യും. എന്നാൽ ഈ സ്റ്റാർ കൈക്കലാക്കിയ ആൾക്ക് പെട്ടി കിട്ടുകയും ചെയ്യും. അതാണ് ഈ ഒരു ഗെയിം. ഈ ഗെയിമിൽ നാളെ ഈ ഒരു ബാഡ്ജ്, ഈ ഒരു സ്റ്റാർ കൈക്കലാക്കാനായിട്ട് മുട്ടനടിയാണ് നടക്കുന്നത്. നമ്മുടെ കോമണറായിട്ടുള്ള അനീഷ് ബാത്റൂമൊക്കെ ചവിട്ടി പൊളിക്കുന്ന രീതിയിലുള്ള ഒരു പ്രൊമോയൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ആര്യനാണെങ്കിൽ കൈയെടുത്ത് കാണിക്കുന്നതും, അപ്പം സ്റ്റാർ എടുക്കാൻ വേണ്ടിയിട്ടപ്പോൾ കയ്യിൽ എന്തെങ്കിലും ഉപദ്രവമൊക്കെ വന്നിട്ടുണ്ടാവും, എന്തായാലും അറിയില്ല. എന്തായാലും ഈ ഒരു നാളത്തെ പ്രൊമോയിൽ ഭയങ്കര രീതിയിലുള്ള സ്റ്റണ്ടാണ് കാണിക്കുന്നത്. രേണു സുധിയൊക്കെ ഇങ്ങനെ മറിഞ്ഞ് വീണിട്ട് പിടിക്കുന്നതായിട്ടൊക്കെ നമുക്ക് പ്രൊമോയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും നാളത്തെ എപ്പിസോഡ് കണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. കൂടുതൽ ബിഗ് ബോസ് വാർത്തകൾക്കായി മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.